A very good morning, students. Today we are talking about database users and administrator. Okay. First, already we have talked about different kinds of users for a database and some administrator user, that is some user having some administrative power. Okay, let's check which are how many database users are there and what is a data administrator. Okay, there are so many database users are there. Database management system users, DBMS users. First one is database administrator, then database designers, the person who develop or design the database or DBMS, and some end users are there, system analyst, application programmer, DBMS designers and implementers, tools developers, operators and maintenance personnel. So collectively we can say these are the DBMS users. Okay, then coming to end user, അല്ലെങ്കിൽ നമ്മൾ ഒരു database usersനെ നമ്മൾ മെയിൻലി ക്ലാസിഫൈ ചെയ്യുമ്പം we have to classify it end users, software engineers and database admin. അപ്പോൾ ആക്ച്വലി ഇതൊരു 3 ലെവൽസ് ആണ്. ഇപ്പോൾ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബോട്ടം ലെവലിലുള്ളതായിരിക്കും ആൻഡ് മിഡിൽ ലെവലിൽ വർക്ക് ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. ദെൻ കമ്മിങ് ടു ദ highest level, that is database administrator. അപ്പോൾ ഓരോ യൂസേഴ്സിനും the DBMS provides different views. ഓക്കെ, ഡിഫറെൻറ്റ് വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഒരാൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഇൻ്റർഫേസോ ആയിരിക്കില്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്യുന്നത്. എൻഡ് യൂസേഴ്സിൻ്റെ വ്യൂസും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ യൂസും ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ വ്യൂ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഓൾസോ. ഓക്കെ, ഇങ്ങനെയാണ് അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം: എൻഡ് യൂസേഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഡാറ്റാബേസ് അഡ്മിൻസ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെക്ക് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് എല്ലാം കാണാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ യു ഹാവ് ടു ചെക്ക് ഔട്ട് യുവർ ടെക്സ്റ്റ് ബുക്ക് ഓൾസോ. ഇനി വാട്ട് ഈസ് എൻഡ് യൂസേഴ്സ്? അപ്പോൾ അബ്സ്ട്രാക്ഷൻ്റെ കേസിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനാണ്. വാട്ട് ഈസ് അബ്സ്ട്രാക്ഷൻ? ഹൈഡിങ് ആണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്തെല്ലോ കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ്റെ മെയിൻ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഞാനൊരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഇസ് സ്വിച്ച്. ഇൻ ദ കേസ് ഓഫ് സ്വിച്ച്, ദാറ്റ് ഇസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺ ഓഫ് എന്ന് പറയുന്ന ആ ഒരു സ്വിച്ച് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇന്നർ ഡീറ്റെയിൽസ് മുഴുവൻ അത് അബ്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ആ ഉള്ളിലുള്ളതെല്ലാം എന്ത് ചെയ്തു? ഹൈഡ് ചെയ്ത് വെച്ച് നമുക്ക് ഓൺ ഓഫ് എന്ന് പറയുന്ന ആ 2 ഓപ്പറേഷൻസ് മാത്രമേ നമ്മൾ എൻഡ് യൂസേഴ്സിന് അറിയുള്ളൂ. ഇനി അതിൻ്റെ തൊട്ടടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഇലക്ട്രീഷ്യൻസ് ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ തീരുമാനിക്കും. സോ ഹിയർ എൻഡ് യൂസർ എന്ന് പറയുന്നത് മെയിൻലി ഡീൽസ് ഓൺലി ദ ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. അതായത് ഹൈഡിങ്ങിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഹയസ്റ്റ് ആയിരിക്കും. ക്ലിയർ? മേ നോട്ട് ബി കൺസേൺ വിത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് DBMS. ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയണ്ട. അപ്പം ഫോർ എക്സാമ്പിൾ വി ആർ യൂസിങ് ദ കേരള PSC സൈറ്റ് ഓർ എനി അതർ സൈറ്റ്സ് ഫോർ രജിസ്റ്ററിങ് ഓർ ആപ്ലിക്കേഷൻ എനിത്തിങ്. നമ്മളിപ്പോൾ ഇന്ത്യൻ റെയിൽവേൻ്റെ സൈറ്റ് യൂസ് ചെയ്യാണ് ഫോർ ബുക്കിംഗ് എ ട്രെയിൻ ടിക്കറ്റ്. സോ വി ആർ ജസ്റ്റ് ആക്സസിങ് ദ abstraction or view that is provided by the particular site. അല്ലേ? നമുക്ക് എൻഡ് യൂസറിനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൂ. some features are hiding from us. Okay, involved in updates to database or queries on the database. അപ്പോൾ നമുക്ക് അപ്ഡേഷനോ അതുപോലെ തന്നെ നമുക്ക് ഡാറ്റാബേസിലേക്ക് ക്വറീസോ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ PSC സൈറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഡാറ്റാബേസിൽ ചേഞ്ച് വന്നു. നമ്മളുടെ
യുവർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമുക്ക് യുവർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ആപ്ലിക്കേഷൻസ് യു ഹാവ് ഓൾറെഡി ഡൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് അത് വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡാറ്റാബേസിൽ എന്തോ ഒരു അപ്ഡേഷൻ നമുക്ക് വരുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സോ that we can do updations and we can also do request for the queries. That means ഇപ്പോൾ നമ്മൾ ഇന്നൊരു പെർട്ടിക്കുലർ സാധനം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ വ്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ആക്ച്വലി ഇൻ ദ ബിഹൈൻഡ് ദ സ്ക്രീൻ ആക്ച്വലി വാട്ട് വിൽ ഹാപ്പൻ, ആ ഒരു പെർട്ടിക്കുലർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ക്വറി അവിടെ എക്സിക്യൂട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ദ main thing related to end users. And some categories of end users are there: casual end users, naive or parametric end users, and sophisticated users, specialized user. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സൈറ്റിനെയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷനെയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയറിനെയോ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനുള്ള ലോ ലെവൽ എന്ന് പറയാം നമുക്ക്. അതായത് അതിൻ്റെ യൂസേജിനെ ബേസ് ചെയ്ത് നമുക്ക് ഏറ്റവും ലോ ലെവലിലാണെന്ന് പറയാം. അങ്ങനെയുള്ളതിനെ നമുക്ക് 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം: കാഷ്വൽ എൻഡ് യൂസർ, നെയ്വ് എൻഡ് യൂസർ, നെയ്വ് ഒരു പാരാമെട്രിക് എൻഡ് യൂസർ, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് യൂസർ. ഓക്കെ, കാഷ്വൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് ദ ഡാറ്റാബേസ് ഒക്കേഷണലി വെൻ നീഡഡ് and they need different information each time. They use sophisticated query language to specify their request. For example, high-level managers who access the data weekly or bi-weekly. കാഷ്വൽ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലറായിട്ട് അത് യൂസ് ചെയ്യാത്ത ഒരാൾ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബാങ്കിൻ്റെ ഇതെടുക്കാം. ബാങ്കിൻ്റെ ഒരു സോഫ്റ്റ്വെയർ അവർക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ക്ലർക്കിനും പ്യൂണിനും അതുപോലെയുള്ള കാഷ്യറിനും ഓരോരുത്തർക്കും യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അവിടെ ഉണ്ട്. അപ്പോൾ മാനേജർക്ക് അത് ആക്സസ് ചെയ്യാം, ക്ലർക്കിന് അത് ആക്സസ് ചെയ്യാം, അതിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർക്ക് അത് ആക്സസ് ചെയ്യാം. അപ്പോൾ ബ്രാഞ്ച് മാനേജർക്ക് ഓരോ ഡിഫറെൻറ്റ് കാറ്റഗറീസിനും ഈ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആക്സസിബിൾ ആണ്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് മാനേജേഴ്സ് അവർക്ക് എല്ലാ തവണയും ഇത് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഡെയിലി ഓർ വീക്ക്ലി ഓർ ബൈ വീക്ക്ലി നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനോ അപ്പോൾ എങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നു എന്ന് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഒക്കേഷണലി അവരെന്ത് ചെയ്യുന്നു ഒരു ഡാറ്റാബേസിൽ നിന്ന് റിക്വസ്റ്റ് കൊടുത്ത് അവർ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഡാറ്റാബേസിനെ യൂസ് ചെയ്യുന്നവരെ നമുക്ക് കാഷ്വൽ എൻഡ് യൂസേഴ്സ് എന്ന് പറയാം. അപ്പോൾ അവർക്ക് ഓരോ തവണയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം. റെഗുലർലി അവർ ഒരേ സാധനം തന്നെ ആയിരിക്കില്ല ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ക്ലർക്കിൻ്റെ കേസ് ആയിരിക്കട്ടെ, ചിലവർ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾ മാത്രമേ ആക്സസ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ പറയാം കാഷ്യറിൻ്റെ കേസ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് പൈസയുടെ ഹാൻഡ്ലിങ്സ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ചിലവർ പറയുന്നത് ഇപ്പോൾ ഈ ചില ബ്രാഞ്ചിലൊക്കെ നമുക്കറിയാം ഈ എന്താ പറയുക ബാങ്ക് പാസ്ബുക്കിൻ്റെ കേസസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരാളുണ്ടായിരിക്കും. അപ്പോൾ അവർ ആക്സസ് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഒരു ഏരിയ മാത്രമായിരിക്കണം. അപ്പോൾ ഓരോ കാറ്റഗറീസിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യൂസ് ഉണ്ടായിരിക്കും. അവരത് മാത്രമേ ആക്സസ് ചെയ്യുന്നുള്ളൂ ഡെയിലി. പക്ഷേ ഇൻ ദ കേസ് ഓഫ് കാഷ്വൽ എൻഡ് യൂസേഴ്സ് they occasionally access the database when they need it, and also they need different information each time and sophisticated query language to specify their request. ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ക്വറി ലാംഗ്വേജിൻ്റെ യൂസ് അവർ എടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കാഷ്വൽ എൻഡ് യൂസേഴ്സിൽ പറയാനുള്ളത്. ദെൻ നെയ്വ് ഓർ പാരാമെട്രിക് യൂസേഴ്സ്. അപ്പോൾ they make up large section of database and they communicate with the database on regular period and communicate with the system invoking one of the application programs that have been written previously, and their job to constantly querying and updating database using standard queries. This is called CAN transaction, and of course there are some reservation clerks or bank teller. അപ്പോൾ ഓരോ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ ജോലി ചെയ്യുന്ന സെറ്റ് ഓഫ് ഓഫീസേഴ്സിനെ നമുക്കറിയാം. അപ്പോൾ അവരൊരു സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അവർക്ക് എന്താ പറയേണ്ട ആവശ്യമില്ല, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് ഡാറ്റാബേസിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിലെ സം ക്ലിക്സ് ആൻഡ്
ടെക്സ്റ്റ് ബോക്സസ് ആണ് അവരുടെ മെയിൻ തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിലൂടെ അവർ എൻട്രി കൊടുക്കുന്നു, ബട്ടൺ യൂസ് ചെയ്തിട്ട് ക്വറി അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന സെറ്റ് ഓഫ് യൂസേഴ്സിനെ നമുക്ക് നെയ്വ് ഓർ പാരാമെട്രിക് യൂസേഴ്സ് എന്ന് പറയാം. ദേ ആർ യൂസിങ് ക്യാൻഡ് ട്രാൻസാക്ഷൻ. ക്യാൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ തവണയും ഒരു ബാങ്കിൽ പോയിട്ട് നമ്മളൊരു ക്യാഷ് വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഓൾവേസ് അവർ ആക്സസ് ചെയ്യുന്ന ഒരു വ്യൂ ഓഫ് എ പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അവരത് മാത്രമാണ് റെഗുലർലി അവർ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ കോൺസ്റ്റൻ്റ്ലി ക്വറിയിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ഡാറ്റാബേസ് യൂസിങ് സ്റ്റാൻഡേർഡ് ക്വറീസ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ക്വറീസിനെ പറ്റിയൊന്നും പറയുന്നില്ല. ഓൾറെഡി ആ സ്റ്റാൻഡേർഡ് ക്വറീസ് എന്ന് പറയുന്നത് ഒരു ബട്ടൻ്റെ ബിഹൈൻഡിൽ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. യൂസറിന് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ദേ ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ദ ക്വറീസ് ഓൾസോ. ഓക്കെ, അപ്പോൾ ആ തരത്തിലുള്ള ഓരോ ട്രാൻസാക്ഷനെ ക്യാൻഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ബാങ്ക് ടെല്ലേഴ്സോ അല്ലെങ്കിൽ ഇപ്പോൾ റിസർവേഷൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ക്യാബിനിലിരിക്കുന്ന ഒരു ഓഫീസറിന് ഈ റിസർവേഷൻ മാത്രമേ ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ അവർ കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ റെഗുലർലി യൂസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ വ്യൂ ഓഫ് എ സൈറ്റാണ്. അപ്പോൾ അതിങ്ങനെ റെഗുലർലി അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ നെയ്വ് ഓർ പാരാമെട്രിക് യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇനി സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, കുറച്ച് ഹൈ ലെവൽ ഓഫ് തിങ്കിങ് ഒക്കെ ഉള്ള ഒരു സെറ്റ് ഓഫ് യൂസേഴ്സിനെ നമുക്ക് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ബിസിനസ് അനലിസ്റ്റ്, സയൻറ്റിസ്റ്റ്, engineers, other thoroughly familiar with the system capability. They interact with the system without writing programs. Instead they form the request in a database query language. They submit each query to a query processor. ഓക്കെ, അപ്പോൾ ഇവർ എന്താ പറയുക, ഡാറ്റാബേസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തതിനെ പറ്റിയോ എന്താ പറയുക, അവർ പ്രോഗ്രാം എഴുതിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ യൂസിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസ് ചെയ്തിട്ടോ ആയിരിക്കില്ല അവർ ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ദേ ഫോം ദെയർ ഓൺ ക്വറീസ്. അപ്പോൾ അവർ തന്നെ ക്വറീസ് ഇപ്പം നമ്മളൊക്കെ പിന്നെ ആക്സസ് ചെയ്യുന്ന പോലെ, ഇപ്പം നമ്മൾ ഡാറ്റാബേസിലേക്ക് ക്വറീസൊക്കെ കൊടുക്കുന്നത് പോലെ ചെയ്യുന്നത് പോലെയായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അവർ ഒരിക്കലും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളെയോ സോഫ്റ്റ്വെയറുകളെയോ യൂസ് ചെയ്തിട്ടായിരിക്കില്ല ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ദേ സബ്മിറ്റ് ഈച്ച് ക്വറി ടു എ ക്വറി പ്രൊസസ്സർ. അപ്പോൾ നമുക്കറിയാം ക്വറി പ്രൊസസ്സറും സ്റ്റോർ മാനേജറും ഉണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കാം. ആൻഡ് ഇൻ ഡീറ്റെയിൽ നമ്മൾ ആർക്കിടെക്ചറിൽ പഠിക്കും. ക്വറി പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ടു ബ്രേക്ക് ഡൗൺ DML സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ടു ഇൻസ്ട്രക്ഷൻ ദാറ്റ് ദ സ്റ്റോറേജ് മാനേജർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ ക്വറി പ്രൊസസ്സർ പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റ ആർക്ക് കൊടുക്കും? സ്റ്റോറേജ് മാനേജർക്ക് കൊടുക്കും. സ്റ്റോറേജ് മാനേജർ എന്താ ചെയ്യണേ? ഇറ്റ് ഈസ് എ പ്രോഗ്രാം മൊഡ്യൂൾ ദാറ്റ് പ്രൊവൈഡ്സ് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ ലോ ലെവൽ ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ് ആൻഡ് അപ്പോൾ ആക്ച്വലി stored in the database and application programs and queries. Okay, storage manager എന്ന് പറഞ്ഞാൽ it is a program module that provides the interface between the low level data stored in the database and application program. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്വറി പ്രൊസസ്സർ എന്ന് പറയുന്നത് നമ്മൾ യൂസറിൻ്റെ അടുത്ത് നിന്ന് റിട്രീവ് ചെയ്തിട്ടുള്ള ക്വറീസിനെ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെ കറസ്പോണ്ടിങ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് സ്റ്റോറേജ് മാനേജർക്ക് കൊടുക്കും. സ്റ്റോറേജ് മാനേജർ എന്ത് ചെയ്യുന്നു, ആക്ച്വലി ഇറ്റ് ഈസ് എ പ്രോഗ്രാം മൊഡ്യൂൾ ദാറ്റ് പ്രൊവൈഡ്സ് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ ലോ ലെവൽ ഡാറ്റ. അപ്പോൾ നമ്മൾ ലോ ലെവൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ തന്നെയാണ് ലോ ലെവൽ ഡാറ്റ എന്ന് പറയുന്നത്. അതും നമ്മുടെ ഡാറ്റാബേസും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും യൂസേഴ്സും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വറി പ്രൊസസ്സർ ക്വറീനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇൻസ്ട്രക്ഷൻസ് ആക്കിയിട്ട് സ്റ്റോറേജ് മാനേജർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസേഴ്സിനെ നമുക്ക് ഇത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഇത് ആർക്കിടെക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആൻഡ് വാട്ട് ഈസ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഈ സ്പെഷ്യലൈസ്ഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ഹു റൈറ്റ് സ്പെഷ്യലൈസ്ഡ് ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ ദാറ്റ് ഡു നോട്ട് ഫിറ്റ് ഇൻ ടു ദ ട്രഡീഷണൽ ഡാറ്റ പ്രോസസ്സിംഗ് ഫ്രെയിംവർക്ക്. റൈറ്റ് സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻസ്
അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കണ്ടിട്ടുണ്ട്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, CAD, മൾട്ടിമീഡിയ ഡാറ്റാബേസ് പ്രോഗ്രാംസ്. അപ്പോൾ ഇത്തരത്തിൽ ഡാറ്റാബേസിനെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് പർപ്പസിന് വേണ്ടി ഹാൻഡിൽ ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട് പ്രോഗ്രാംസിനെ റൈറ്റ് ചെയ്യുകയും അത് ആക്സസ് ചെയ്യുകയും ചെയ്യുന്ന സെറ്റ് ഓഫ് യൂസേഴ്സിനെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് യൂസേഴ്സ് എന്ന് പറയാം. സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്നുള്ള കാറ്റഗറി വരുമ്പോൾ വാട്ട് ഈസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ? അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ ഉണ്ടാവും, സിസ്റ്റം അനലിസ്റ്റും ഉണ്ട്. രണ്ട് രീതിയിൽ പറയാം. ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമറും ഉണ്ട്, സിസ്റ്റം അനലിസ്റ്റും ഉണ്ട്. വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ? റൈറ്റിംഗ് ദ ഡാറ്റാബേസ് പ്രോഗ്രാം ഇൻ സം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. നമുക്കറിയാം ഡാറ്റാബേസ് പ്രോഗ്രാംസ് സം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ എഴുതും. ഫോർ എക്സാമ്പിൾ നമ്മൾ PHP ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പൈത്തൺ യൂസ് ചെയ്യുകയാണെങ്കിൽ, പൈത്തൺ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആൻഡ് ദ ഡാറ്റാബേസ് സപ്പോർട്ട് ഡാറ്റാബേസുമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ക്വറി ലാംഗ്വേജസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്വറി ലാംഗ്വേജസിനെ ഹൗ യു ക്യാൻ എംപഡ് ഇൻ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഫോർ എക്സാമ്പിൾ PHP ഓർ പൈത്തൺ, അതുപോലെയുള്ള ലാംഗ്വേജിൽ നമുക്ക് എങ്ങനെ എംബഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഡാറ്റാബേസ് പ്രോഗ്രാംസ് എഴുതുന്ന ആളാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആക്സസ് ദ ഡാറ്റാബേസ് ബൈ ഇഷ്യൂയിങ് ദ അപ്രോപ്രിയേറ്റ് റിക്വസ്റ്റ് ടു ദ DBMS. അപ്പോൾ ഇവിടുന്ന് ഫ്രം ദ PHP ഓർ പൈത്തൺ വി ക്യാൻ ഡയറക്ട്ലി ആക്സസ് ദ DBMS by embed some SQL or any query languages in our programming language. And system analyst എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is an architect as well as the project leaders of an information system. It is their job to develop solutions to the user problem, determine the technical and operational feasibility of the solution, estimate the cost to develop and implement them. അപ്പോൾ ഓവറോൾ കൺട്രോൾ അനലൈസ് ചെയ്യുന്ന ആളാണ് സിസ്റ്റം അനലിസ്റ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കളക്റ്റീവ്ലി ദിസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമറും ഈ സിസ്റ്റം അനലിസ്റ്റും ചെയ്യുന്ന ഡ്യൂട്ടീനെ കമ്പൈൻലി വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പോൾ നമുക്കൊരു യൂസർ ഒരു റിക്വസ്റ്റ് തന്നു കഴിഞ്ഞാൽ അത് ഫീസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിന് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫീസിബിൾ ആണോ ചെക്ക് ചെയ്തതിന് ശേഷം അതിനുള്ള സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്ത് അതുപോലെ തന്നെ അതിന് വേണ്ട കോസ്റ്റൊക്കെ എത്രയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ലാസ്റ്റ് അതിനെ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. സോ വി ക്യാൻ കളക്റ്റീവ്ലി കോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ ആൻഡ് സിസ്റ്റം അനലിസ്റ്റ് ഇസ് ഈക്വൽ ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. ഇനിയാണ് വരുന്നത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. നമുക്കറിയാം ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ് നമ്മുടെ മെയിൻ പവറുള്ള ആൾ. അവർക്കാണ് എല്ലാ കാര്യങ്ങളും ഡാറ്റാബേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ലോ ലെവലായിട്ടുള്ള അബ്സ്ട്രാക്ഷനാണ് അവിടെ ഒന്നും ഹൈഡ് ചെയ്യാനില്ല. എല്ലാ കാര്യവും ഓപ്പൺ ആയിരിക്കും ടു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ദ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ DBA can be a single person or a team comprising a group of person. A person who has such central control over the system is called database administrator. Okay, നമുക്കറിയാം. ഇനി what are the functions of a DBA? DBA means database administrator. സ്കീമ ഡെഫിനേഷൻ. സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറാണ് ആക്ച്വലി. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടേബിൾ ഡിസൈൻ ചെയ്യാൻ, സ്റ്റുഡൻറ്റ് ടേബിൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ തീരുമാനിക്കണം ഓരോ ടേബിളിനും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓരോ കോളത്തിനും എന്ത് ഹെഡിങ് വരണം, ഓരോ കോളത്തിലും ഉൾക്കൊള്ളാവുന്ന ഡാറ്റയുടെ ടൈപ്പ് എന്തായിരിക്കണം. ഇതിപ്പോൾ നമ്മൾ സീരിയൽ നമ്പർ ആണെങ്കിൽ വി ക്യാൻ ഓൺലി എൻറ്റർ വാട്ട് ഇൻഡിജർ നമ്പേഴ്സ്. Okay, so that is the domain of that particular column. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റിൽ പറയാറുണ്ട് ആ സെറ്റിൽ ഉൾക്കൊള്ളാവുന്ന ഡാറ്റേൻ്റെ അതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. ഫോർ ദ സെയിം വേ നമുക്ക് ഇവിടെ ഒരു കോളം ഉണ്ടെങ്കിൽ ആ കോളത്തിൽ ഉണ്ടാവാൻ പറ്റുന്ന ഡാറ്റയുടെ സെറ്റിനെ നമുക്ക് ഡൊമൈൻ എന്ന് പറയാം. അപ്പോൾ അവിടെ വരുന്ന ഡാറ്റയുടെ ടൈപ്പ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം, സൈസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ കോളം ഹെഡർ എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ഇത്തരത്തിൽ ഈച്ച് കോളം നമുക്ക് ഡിഫൈൻ ചെയ്യണം. ആ ഡെഫിനേഷനെയാണ് നമ്മൾ സ്കീമ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സ്കീമ മീൻസ് ഓവറോൾ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ്. ഓക്കെ,
creates the original database schema by executing set of data definition statement and DDL. DDL എന്ന് പറയുന്നത് നമുക്ക് ലാംഗ്വേജസ് പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് DDL മീൻസ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഡെഫിനിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ക്രിയേഷൻ ആയിരിക്കും. ക്രിയേഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്ട്രക്ചറിൻ്റെ ക്രിയേഷനെയാണ് നമ്മൾ ഡാറ്റാബേസ് ഡെഫിനിഷൻ ലാംഗ്വേജ് വെച്ച് യൂസ് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. DDL. ഇനി സ്റ്റോറേജ് സ്ട്രക്ചർ ആൻഡ് ആക്സസ് മെത്തേഡ് ഡെഫിനിഷൻ. അപ്പോൾ സ്റ്റോറേജ് സ്ട്രക്ചറും ആക്സസ് മെത്തേഡ് ഡെഫിനിഷനും. ആക്സസ് മെത്തേഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് വിച്ച് ആർ ദ യൂസേഴ്സ് ക്യാൻ യൂസ് ദ ഡാറ്റാബേസ്. ദാറ്റ് കൈൻഡ് ഓഫ് ആക്സസ് മെത്തേഡ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. DBMS specify some parameters pertaining the physical organization of the data and indices to be created. ഇൻഡീസസ് ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡീസസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇനി സ്കീമ ആൻഡ് ഫിസിക്കൽ ഓർഗനൈസേഷൻ മോഡിഫിക്കേഷൻ. And DBA carries out the changes to the schema and physical organization to reflect the change needs of the organization or to alter the physical organization to improve the performance. അപ്പോൾ ഒന്നുകിൽ രണ്ട് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഇവിടെ. DBAൻ്റെ മെയിൻ തിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ, ഇപ്പോൾ ബാങ്കിലാണോ ഏത് ഓർഗനൈസേഷനിലാണോ നമ്മൾ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്, ആ സോഫ്റ്റ്വെയറിൻ്റെ ചില സമയത്ത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ചേഞ്ച് വരിക, അല്ലെങ്കിൽ സം ക്രൈറ്റീരിയാസിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് എവിടെയും കൂടെ എഫക്റ്റ് ആവണം, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യണം. ഡാറ്റാബേസിലും അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിലും അത് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വല്ല റിഫ്ലക്ഷനും വരുന്നുണ്ടെങ്കിൽ അത് ഡാറ്റാബേസിൽ അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ നമുക്ക് DBക്ക് പറ്റും. അതുപോലെ DBA എന്തെങ്കിലും ഒരു ചേഞ്ച് അതുപോലെ ഇതിൽ ഒരു ഓർഗനൈസേഷൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ ആയിരിക്കണം, തോന്നിയ പോലെ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ DBA ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ചേഞ്ച് ഡാറ്റാബേസിൽ വരുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഓർഗനൈസേഷനിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ചിലപ്പം നമുക്കതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ചേഞ്ചസ് എല്ലാം DBAക്ക് നടത്താൻ പറ്റും. അതുപോലെ ഗ്രാൻഡിങ് ആൻഡ് ഓതറൈസേഷൻ ഓഫ് ഡാറ്റ ആക്സസ്. അപ്പം നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് യൂസേഴ്സിനും വിച്ച് പാർട്ട് ഓഫ് ദ ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനവും, അതുപോലെ അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കേണ്ട പ്രിവിലേജസും ആര് സെറ്റ് ചെയ്യും? നമ്മുടെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ സെറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഇനിയും നിങ്ങൾ ചെക്ക് ചെയ്യുക എന്തൊക്കെയാണ് DBAയുടെ യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും എക്സ്റ്റേണൽ ലെവലിലാണ് എൻഡ് യൂസേഴ്സ് ഉള്ളത്. ആൻഡ് ഇൻ ദ മിഡിൽ ലെവൽ ഓർ കൺസെപ്ച്വൽ ലെവൽ ഓർ ലോജിക്കൽ ലെവൽ ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഓർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആർ വർക്ക്ഡ്. ആൻഡ് ഇൻ ദ ഇന്റേണൽ ലെവൽ, ഇൻ ദ ലോവസ്റ്റ് ലെവൽ, അല്ലെങ്കിൽ നമുക്ക് ഡിഫൈൻസ് ദ കൺസെപ്ച്വൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്കീമ, കൺട്രോൾ ആക്സസ് പ്രിവിലേജ് ടു ദ യൂസേഴ്സ് ആൻഡ് എൻഷുർ ദ കൺസിസ്റ്റൻസി ഓഫ് ദ ഡാറ്റാബേസ്. അപ്പോൾ ഏറ്റവും വലിയ പുലി എന്ന് പറയുന്നത് ആരായിരിക്കും? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് ഈ ഒരു ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ എന്നുള്ള ആൾക്കാരായിരിക്കും. ഇവർ രണ്ടുപേരും കളക്റ്റീവ്ലി യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ സെറ്റ് ചെയ്യുകയും ചെയ്തു വെച്ചിട്ടുള്ള ഈ പറഞ്ഞ സൈറ്റിനെയോ സോഫ്റ്റ്വെയറിനെയോ ആപ്ലിക്കേഷനെയോ യൂസ് ചെയ്യുന്നത് ആരായിരിക്കും? എൻഡ് യൂസേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. Okay, this is all about today. Thank you.